ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? വാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. 4 മണി ചായയുടെ ഒപ്പം ഒരു ചെറുകടി അല്ലെങ്കിൽ ഒരു പലഹാരം എന്ന് പറയുന്നത് നമ്മുടെ മലയാളീസിന് നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള 4 മണി പലഹാരം ഉണ്ടാക്കാം. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പ്രിപ്പറേഷനും എന്തൊക്കെയാണെന്നൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസും അല്ലാത്ത ഷോർട്സും ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് താമസിക്കാതെ തുടങ്ങിയാലോ? അപ്പം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിവിടെ വലിയൊരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതുകൂടാതെ ഒരു മീഡിയം സൈസിലുള്ളൊരു സവോള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതുപോലെ 3/4 കപ്പ് റവ പൊടിച്ചത് എടുത്തിട്ടുണ്ട്. തീരെ നൈസായിട്ട് പൊടിച്ചതല്ല, ചെറിയൊരു തരി ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 3 തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ആ റവ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അരിപ്പൊടിയും ഇട്ട് കൊടുക്കുക. അരിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദയും 1/4 കപ്പ് മൈദയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവോള അത് അരിഞ്ഞ് ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി അതൊന്നും ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വരും. എടുത്ത് വെച്ചിങ്ങനെ പച്ചമുളകും കുനുകുന അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില, 3 തണ്ട് കറിവേപ്പില അതും അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് മല്ലിയില വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. നമ്മൾ കറിവേപ്പിലാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ നല്ല നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതും നമ്മുടെ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ കൈ വെച്ച് നല്ലതുപോലെ ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ആദ്യം ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, കാരണം സവോളയിലെ ഉരുളക്കിഴങ്ങിലെല്ലാം വെള്ളം അത്യാവശ്യം ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതി. അതുകൊണ്ട് ആദ്യം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ കൈ വെച്ച് നല്ലതുപോലെ തിരുമ്മി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നല്ല അത്യാവശ്യം അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് നമുക്കിതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം. അതായത് നമുക്ക് അടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം കൂടി പോകരുത്. ഇനിയിപ്പോൾ നമ്മൾ അളവ് കൂടുതലാണ് നമ്മൾ പൊടികളുടെയൊക്കെ എടുക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുത്തോളാം കേട്ടോ. ഇത് നമ്മുടെ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കതായത് നമുക്കൊരു അടയ്ക്കൊക്കെ പരത്തുന്ന ആ ഒരു പരുവത്തിലാണ്, നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ അത്യാവശ്യം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു ഇൻഡാലിയത്തിൻ്റെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പം ഒരു കുറച്ച് എണ്ണ കയ്യിൽ തൂത്തിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഞാനിപ്പോൾ ഇവിടെ ചുമ്മാ ചെറിയൊരു ബോൾ പോലെ, പക്ഷെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാതെ ഞാൻ ഇടുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ വലുപ്പത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വലുപ്പം ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കാക്കം കൂടെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വലുപ്പത്തിൽ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഞങ്ങൾ ഓരോ പീസായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 5 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. നമുക്കിനിപ്പം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ
ഇപ്പോൾ മറ്റേ സൈഡും ഒരു ഗോൾഡൻ കളർ ആവുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ രണ്ട് സൈഡും അത്യാവശ്യം ഒരുപോലെ തന്നെ ഒരേ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോരി വെച്ച് കോരിയെടുക്കാം. ഇതാ ഇപ്പം എല്ലാം കൂടി നമ്മൾ കോരിയെടുക്കുവാണ്. 4 പീസേ കിട്ടുള്ളൂ ആദ്യം. അതിൻ്റെ എണ്ണ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കാം. ചെറിയ ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചുമ്പോൾ എണ്ണ ഫുള്ള് അങ്ങ് വലിച്ചെടുത്തോളൂ. ആ ഒരു പീസും കൂടെ അതുപോലെ തന്നെ കോരിയെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അവസാനം നമ്മുടെ ആ മാവ് ഫുള്ള് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ഇത്രയും പീസ് കിട്ടി. നല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. പുറമേയൊക്കെ നല്ല ക്രിസ്പിയാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയത് നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ചും കൂടെ നോക്കാം അല്ലേ. ഇതാ നമ്മുടെ സ്നാക്സ് ഞാൻ ഇവിടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. ഞാൻ കൂട്ടത്തിൽ മുക്കി കഴിക്കാനായിട്ട് കുറച്ച് ചമ്മന്തി എടുത്തിട്ടുണ്ട്. അത് നിർബന്ധമല്ല, ഞാൻ കുറച്ചെടുത്തെന്നുള്ളേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നല്ല ക്രിസ്പി ആട്ടോ. എൻ്റെ ആക്കുമെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പുറമേ നല്ല മൊരിഞ്ഞായിരിക്കുന്നത്. ഉപ്പെല്ലാം കറക്റ്റാണ് കേട്ടോ. അതുപോലെ ആ പച്ചമുളകിൻ്റെ ചെറിയ എരിവും ഇഞ്ചിയുടെ ടേസ്റ്റും എടുത്തറിയാനുണ്ട്. കിഴങ്ങൊക്കെ ആണല്ലോ നല്ലതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ലപോലെ വെന്തിട്ടുമുണ്ട്. ഇതാണല്ലോ കൊള്ളാം. നമുക്ക് ആ ചമ്മന്തി മത്തി കുറച്ച് കഴിച്ച് നോക്കാം. വേറൊരു ടേസ്റ്റ്, നിർബന്ധമില്ല, പക്ഷെ അതും കൊള്ളാം. എനിക്ക് തോന്നുന്നു നമ്മളാ റവയൊക്കെ ചേർത്തുകൊണ്ടായിരിക്കും ഇത്രയും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് വലിയ സംഭവമൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് 4 മണിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പലഹാരമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്നുള്ളത് പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഷോർട്സൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.